സോ നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യനിൽ തന്നെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. വാട്ട് ഈസ് ഹിപ്നോതെറാപ്പി? നമ്മൾ എപ്പോഴും ഹിപ്നോതെറാപ്പിനെ പറ്റി പറയുമ്പോൾ ആളുകളുടെ മനസ്സിലൊക്കെ ആദ്യം പോവുക ഒന്ന് സ്നാപ്പ് ചെയ്യുന്നു, ബോധം കെടുന്നു, ആ ഒരു കാര്യമാണ് ആദ്യം പോവുക. പക്ഷേ കോൺട്രറി ടു ദാറ്റ് ബിലീഫ്, ഹിപ്നോതെറാപ്പി ഈസ് എ ഹൈറ്റൻഡ് സ്റ്റേറ്റ് ഓഫ് ഫോക്കസ്. നമ്മൾ ഒരു ദിവസത്തിൽ പല തവണ ഹിപ്നോസിസിലേക്ക് ആക്ച്വലി പോകുന്നുണ്ട്. ഒരു മൂവി കുറേ നേരം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കാണുകയാണെങ്കിൽ പോലും നമ്മൾ ആ ഒരു ഹിപ്നോസിസ് സ്റ്റേറ്റിലേക്ക് പോകുന്നുണ്ട്. അപ്പം ആ ഒരു ഹൈറ്റൻഡ് സ്റ്റേറ്റ് ഓഫ് അലേർട്ട്നെസ് അല്ലെങ്കിൽ ഫോക്കസ് പലർക്കും പല പോലെയാണ്. മെഡിറ്റേറ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ആഴത്തിൽ പോവാം. ചില ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, ഭയങ്കര ഒരു സൂപ്പർഫിഷ്യൽ ലെയറിലാണ് നിൽക്കുള്ളൂ. ചുറ്റിലുള്ള ശബ്ദം എല്ലാവരും കേട്ട് അവർക്ക് അങ്ങനെ ആഴത്തിലൊന്നും പോകാൻ പറ്റില്ല. സോ ഇറ്റ്സ് ഓൾസോ ഡിപ്പെൻഡ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ ആ ഒരു സ്റ്റേറ്റ് ഓഫ് ഹിപ്നോസിസിലേക്ക് പോകുന്നത്. അപ്പോൾ ബേസിക്കലി പറയുകയാണെങ്കിൽ ഒരു ഹൈറ്റൻഡ് സ്റ്റേറ്റ് ഓഫ് ഫോക്കസ് ആൻഡ് അലേർട്ട്നെസ് ആണ്. ഹൗ ഇറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം അതർ തെറാപ്പി സ്റ്റൈൽസ്? അതർ തെറാപ്പി സ്റ്റൈൽസ് എല്ലാം നമ്മൾ കോൺഷ്യസ് മൈൻഡിലാണ് വർക്ക് ചെയ്യുന്നത്. അവരൊരു സബ് കോൺഷ്യസ് മൈൻഡിലാണ് ഹിപ്നോസിസ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും തമ്മിലൊരു ക്രിട്ടിക്കൽ ഫിൽറ്റർ ഉണ്ട്. ആ ഫിൽറ്റർ ബൈപ്പാസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്താൻ പറ്റുള്ളൂ. ട്രാൻസ്ലേറ്റ് ആണോ? ട്രാൻസ്ലേറ്റ് എന്ന് നമുക്ക് പറയാം. ചില മ്യൂസിക്കൊക്കെ കേൾക്കുമ്പോൾ DJ പാർട്ടിക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ട്രാൻസ് മ്യൂസിക് പ്ലേ ചെയ്യുകയാണെങ്കിൽ കുറേ നേരം അത് കേട്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊരു ഹൈ ഫീൽ ചെയ്യില്ലേ, ഒരു മ്യൂസിക് കേട്ടിട്ട് തന്നെ. ആ ഒരു സ്റ്റേറ്റാണ്. അല്ലാതെ ആളുകൾ ചിന്തിക്കുന്ന പോലെ ഈ ബോധം പോവുക അല്ലെങ്കിൽ അൺകോൺഷ്യസ് ആവുക, ഇറ്റ്സ് നോട്ട് വാട്ട് ഈസ് ഹിപ്നോസിസ് ഇസ് ഓൾ അബൌട്ട്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ഇപ്പോൾ തെറാപ്പിക്ക് വരുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ചോദിക്കും ഇങ്ങനെ അൺകോൺഷ്യസ് ആവുമോ, അല്ലെങ്കിൽ തെറാപ്പി കഴിയുമ്പോൾ ചോദിക്കും എനിക്കെല്ലാം ഓർമ്മയുണ്ടല്ലോ. അപ്പം ആ ഓർമ്മയുണ്ടാവും. ഓർമ്മയില്ലാത്തൊരു കാര്യം നമുക്ക് വർക്ക് ചെയ്യാനും പറ്റില്ല തെറാപ്പിയിൽ. പിന്നെ അതല്ലാതെ ഇപ്പം നമ്മൾ കുറേ വീഡിയോസ് ആരോമെങ്കിലും കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇങ്ങനെ വലിച്ച് ബോധം കെടുന്ന പോലത്തെയൊക്കെ വീഡിയോസ് കുറേ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അതെല്ലാം സ്റ്റേജ് ഹിപ്നോട്ടിസാണ്. അപ്പം അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് മിനിറ്റ്സിന് വേണ്ടി മാത്രമുള്ള, നമ്മൾ പണ്ട് കൺകെട്ട് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ അല്ലെങ്കിൽ മെൻ്റലിസത്തിൽ ചെയ്യുന്ന ചില ട്രിക്സ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ചില ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പി ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അത് നമ്മുടെ ട്രോമാസ് ആവാം, നമ്മുടെ ഫിയേഴ്സ് ആവാം, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യാനുള്ളൊരു സ്റ്റേറ്റിലേക്കാണ് എത്തിക്കുന്നത്. അത് അൺകോൺഷ്യസ്ലി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കിടന്നുറങ്ങാം അല്ലെങ്കിൽ ആൾക്കൊന്നും പറയാൻ പറ്റില്ല എന്നല്ലാതെ വേറെ ഒന്നും അവിടെ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഹിപ്നോതെറാപ്പിന്ന് നമ്മുടെ പോഡ്കാസ്റ്റിന് വേണ്ടിയിട്ട് പഠിക്കാനായിട്ട് സെർച്ച് ചെയ്തപ്പോൾ ഹിപ്നോതെറാപ്പി എന്ന് വെച്ചാൽ ഫസ്റ്റ് വന്ന ഇതാണ് എസിഡോ സയൻസ്. സോ ഈസ് ഇറ്റ്? ഞാൻ സൈക്കോളജി പഠിച്ചിരുന്ന സമയത്ത് ഹിപ്നോതെറാപ്പി എന്ന് പറയുന്ന ടോപ്പിക്ക് വന്നപ്പോൾ തന്നെ നമ്മൾ അവിടെ പഠിപ്പിക്കുന്നതാണെങ്കിലും ഹിപ്നോതെറാപ്പി ഒരു സ്യൂഡോ സയൻസ് ആണെന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ പോലും അംഗീകരിച്ചിട്ടുള്ള ഒരു തെറാപ്യൂട്ടിക് ടൂളാണ് ഹിപ്നോതെറാപ്പി. അത് വൈഡ്ലി യൂസ്ഡ് ആണ്, എല്ലാം ഇൻ്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആണ്. അല്ലാണ്ട് ആളുകളെ ചിന്തിക്കുന്ന പോലെ ഒരു സ്യൂഡോ സയൻസ് മാത്രമല്ല, ഒരു ഹോൾ സെറ്റ് ഓഫ് റിസർച്ച് തന്നെ അതിനെ ബാക്കപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബ്രെയിനും ബോഡിയും വെച്ചിട്ട് പറയുകയാണെങ്കിൽ സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ ഹൗ ഡസ് ഹിപ്നോതെറാപ്പി എഫക്ട് ദ ബ്രെയിൻ ആൻഡ് ദ ബോഡി? മൈൻഡ് ബോഡി കണക്ഷൻ എന്ന് പറയുന്നത് എത്രത്തോളം, അതായത് ഇപ്പം സൈക്കോളജിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി തന്നെയുണ്ട്. അതായത് സ്ട്രെസ്സ് കൂടി വരുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക? സ്ട്രെസ്സ് എന്ന് പറയുന്ന സാധനത്തിന് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. സ്ട്രെസ്സ് നമ്മുടെ തലയിലാണ് ഉള്ളത്. അത് കുറേ ബാധിച്ച് കഴിയുമ്പോൾ ആദ്യം നമുക്ക് എന്താ വരാം? ഒന്നെങ്കിൽ തലവേദന വരും, ചില ആൾക്കാർക്ക് ഗട്ടിനെ ബാധിക്കും, ചിലപ്പോൾ ലൂസ് മോഷൻ വരും, തല കറങ്ങുന്ന പോലെ തോന്നാം, ആങ്സൈറ്റി വരാം, ആങ്സൈറ്റി മീൻസ് പാൽപിറ്റേഷൻ തോന്നാം. അത് ബോഡീനെയാണ് ബാധിക്കുന്നത്. സോ ഇറ്റ്സ് ഇൻ്റർ റിലേറ്റഡ്. ഹിപ്നോതെറാപ്പി എങ്ങനെ ബാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലെത്തുമ്പോൾ യുവർ സബ് കോൺഷ്യസ് മൈൻഡ് 6000 ടൈംസ് പവർഫുൾ ദാൻ യുവർ കോൺഷ്യസ് മൈൻഡ്. അപ്പം സബ് കോൺഷ്യസ് മൈൻഡിൽ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈവൻ ഫിസിക്കൽ ബോഡി പ്രോബ്ലംസ് ആയ IBS ആയിക്കോട്ടെ, സ്കിൻ ഡിസോർഡേഴ്സ് ആയിക്കോട്ടെ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ആയിക്കോട്ടെ, ഇതിനെല്ലാം ഒരു മാനേജ്മെൻറ്റ്, സംടൈംസ് ക്യൂർ ഉണ്ടാവുന്നുണ്ട്. എല്ലാവർക്കും ഹിപ്നോതെറാപ്പി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല. എന്ത് കൈൻഡ് ഓഫ് മെൻ്റൽ ഇഷ്യൂസ് ഉള്ളവർക്കാണ് നോക്കുന്നത്? മെൻ്റൽ ഇഷ്യൂസ് എന്ന് അഡ്രസ്സ് ചെയ്യാവോ? ഞാൻ പറയുകയാണെങ്കിൽ ഹിപ്നോതെറാപ്പി എല്ലാവർക്കും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന പോലെ തന്നെ തെറാപ്പിയും എല്ലാവർക്കും ആവശ്യമില്ല. ചില ആൾക്കാർക്ക് ജിമ്മിൽ പോയാൽ ട്രെയിനറിൻ്റെ ആവശ്യമില്ല, അവർക്ക് തന്നെ വർക്കൗട്ട് ചെയ്യാൻ അറിയാം.
പക്ഷെ ചില ആൾക്കാർക്ക് ട്രെയിനർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി വേഗത്തിൽ റിസോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. പക്ഷെ ഒരു ട്രെയിനറിൻ്റെ ഹെൽപ്പോട് കൂടി ചില സമയത്ത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ 6 പാക്കൊക്കെ പെട്ടെന്ന് കിട്ടും. പക്ഷേ നമ്മൾ തന്നെ ആ വെയിറ്റ് എടുക്കണം. ട്രെയിനർ വെയിറ്റ് എടുത്തു എന്ന് വെച്ചിട്ട് നമുക്ക് 6 പാക്ക് വരില്ലല്ലോ എന്ന് പറയുന്ന പോലെയാണ് അതാണ് ഈ സെൽഫ് hypnotherapy. ഹിപ്നോസിസ് എന്ന് പറയുന്നത്. സെൽഫ് ഹിപ്നോസിസ് എന്ന് പറയുന്നത് അതല്ല. നമ്മളെ തന്നെ നമ്മൾ ആ ഒരു സ്റ്റേറ്റ് ഓഫ് ട്രാൻസിലേക്ക് കൊണ്ടുപോയി നമ്മൾ എഫർമേഷൻസ് കൊടുത്ത് നമ്മളെ ഇമോഷണലി ബൂസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് സെൽഫ് ഹിപ്നോസിസ് എന്ന് പറയുന്നത്. പിന്നെ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് സെൽഫ് ഹിപ്നോസിസ് അല്ലെങ്കിൽ ഹിപ്നോസിസ് എല്ലാവർക്കും ആവശ്യമുണ്ടോ? നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് അതിലൊരു എക്സലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ എഫർമേഷൻസ് കൊടുത്ത് ഒരുപാട് ചേഞ്ചസ് വരുത്താം. എൻ്റെ ലൈഫ് അതിനൊരു എക്സാമ്പിളാണെന്ന് ഞാൻ പറയും. കാരണം ഞാൻ ഹിപ്നോസിസ് എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയ സമയത്ത് ഞാൻ സെൽഫ് ഹിപ്നോസിസ് റെഗുലർലി ചെയ്യുമായിരുന്നു. അതെന്നെ എൻ്റെ ലൈഫിൽ എനിക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് വരാനായാലും സക്സസ് കുറേം കൂടി അച്ചീവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ യോഗയൊക്കെ പോലെ ഒരു പ്രാക്ടീസ് ആണോ അത്? യോഗ പോലെയുള്ള പ്രാക്ടീസും ആകാം, ക്ലിനിക്കലിയും യൂസ് ചെയ്യാം. ഇതിനൊരു മൈൽഡായിട്ടും നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ട്രോമ പോലെയുള്ള വലിയ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാനായിട്ടും ഒരു തെറാപ്യൂട്ടിക് ടൂളും കൂടിയാണത്. ഓക്കെ, ഒരാൾക്ക് സിമ്പിൾ ആയിട്ട് ബേസിക്കലി ഇറ്റ്സ് റിലാക്സേഷൻ. ഓക്കെ, പക്ഷേ ഈ ഹൈറ്റൻ സ്റ്റേറ്റ് ഓഫ് അവെയർനെസ്സിലുള്ള റിലാക്സേഷൻ ആയതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള സപ്രസ്ഡ് ആയിട്ടുള്ള ചില സമയത്ത് നമുക്ക് കോൺഷ്യസ്ലി ചിന്തിച്ചാൽ ഉത്തരം കിട്ടാത്ത പല ഫിയേഴ്സും ആ ഒരു സ്റ്റേറ്റിൽ, കാരണം നമ്മൾ അത്രയും അലേർട്ടാണ് ആ സമയത്ത്, അത് നമുക്ക് പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ ഒരു പ്രൊഫഷണലിന് അത് ഗൈഡ് ചെയ്ത് അത് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഹിപ്നോതെറാപ്പി നോക്കിയപ്പോൾ അടുത്ത കണ്ടാണ് ഇറ്റ് ഈസ് ഫാസ്റ്റർ ദാൻ അതർ മോഡ്സ് ഓഫ് തെറാപ്പി. യെസ്, ലൈക്ക് മറ്റത് 20-13 സെഷൻസ് വേണമ്പോൾ ഇതൊരു 10-12 സെഷൻസിൽ നമുക്ക് ലൈക്ക് വിൽ ബി ഹീലിംഗ്. ഹൗ ഡസ് ലൈക്ക് എത്ര പെട്ടെന്ന് എന്താ സബ് കോൺഷ്യസ് മൈൻഡിൽ ഹീൽ ചെയ്യുന്നത് കൊണ്ടാണോ? അതുകൊണ്ടാണ്. കാരണം സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്താൻ നോർമൽ ഇപ്പം നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ ഭയങ്കര റാഷണലാണ്, നമ്മൾ അനലിറ്റിക്കലാണ് കോൺഷ്യസ് മൈൻഡിൽ. സബ് കോൺഷ്യസ് മൈൻഡിൽ എത്തുമ്പോഴാണ് നമ്മൾ ആ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ചെറുപ്പം തൊട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളിൽ വർക്ക് ചെയ്യാനും ബിലീഫ്സിനെ അഡ്രസ്സ് ചെയ്യാനും ഒരു പ്രൊഫൗണ്ട് ചേഞ്ച് കൊണ്ടുവരാനും സാധിക്കുക. പിന്നെ ഏതൊരു തെറാപ്പി ആയാലും ഐ വുഡ് സേ നമ്മുടെ ഒരു ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ചേഞ്ച് ആവുന്നത് വരെ നമ്മളത് ആ ഒരു ലൂപ്പ് ഓഫ് തെറാപ്പിയിൽ നിൽക്കണം. പലരും പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, തെറാപ്പിക്ക് പോയി അപ്പോൾ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു, കുറേ നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ അതുപോലെ തന്നെയായി. ആ മാറ്റം വരുന്നത് അതുകൊണ്ടാണ്. ഒരു ടൈമുണ്ട്. ഇപ്പോൾ നമ്മുടെ ബോഡിക്ക് ഒരു ടെമ്പറേച്ചർ ഉള്ള പോലെ മൈൻഡിനും ഒരു ഹോമിയോസ്റ്റാറ്റിസ് ഉണ്ട്. അത് മാറും സ്ട്രെസ് എല്ലാം വരുമ്പോൾ. നമ്മൾ കണ്ടിന്യൂസ് സ്ട്രെസ്സിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചേഞ്ചസ്. അപ്പോൾ ഹിപ്നോ തെറാപ്പി ആയാലും ഏത് തെറാപ്പി ആയാലും ഒരു ടൈമോളം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഈ ഹോമിയോസ്റ്റാറ്റിസ് അല്ലെങ്കിൽ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി മാറ്റാനായിട്ട് സാധിക്കും. അതുവഴി ഒരു ട്രാൻസ്ഫോർമേഷണൽ ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കും. നമ്മുടെ ഈ സ്ട്രെസ്, ആൻസൈറ്റി ഇത് രണ്ടുമാണല്ലോ ഏറ്റവും കൂടുതൽ ആൾക്കാർക്കുള്ള ഒരു മെൻ്റൽ ഹെൽത്ത് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഹൗ ക്യാൻ ഹിപ്നോതെറാപ്പി ഹെൽപ്പ് ദം? ഫസ്റ്റ് ഓഫ് ഓൾ ഹിപ്നോതെറാപ്പി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി റിലാക്സിങ് ഇഫ് ദ ക്ലയൻറ്റ് ഇസ് വില്ലിങ്. ഓക്കെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിപ്പെൻഡ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ. ചില ആൾക്കാർ ഇൻ്റലക്ച്വൽ സജസ്റ്റബിൾ ആയിരിക്കും, അവർക്ക് അധികം വേഗം റിലാക്സ് ചെയ്യാൻ പറ്റണം എന്നില്ല. കാരണം അവർ ഭയങ്കര റാഷണൽ ആയിരിക്കും, അവർ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും. അവരുടെ ഉള്ളിൽ ഈ തെറാപ്പിസ്റ്റ് ഉണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ നിന്ന് ചോർത്തിയെടുക്കാൻ പോവാണോ എന്നുള്ള ആ അലേർട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അവർ ചിലപ്പോൾ അത്ര റിലാക്സ് ആവണമെന്നില്ല. അപ്പോൾ ആദ്യം വേണ്ടത് തെറാപ്പിസ്റ്റിനോടുള്ള ട്രസ്റ്റാണ്. നിങ്ങൾക്ക് വിശ്വാസമുള്ളൊരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് മാത്രം പോവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗൈഡൻസിലേക്ക് നമുക്ക് റിലാക്സ് ചെയ്യാനും നമ്മുടെ ബോഡി റിലാക്സ് ചെയ്യാനും ആ ഒരു പ്രൊഫൗണ്ട് ചേഞ്ച് ഫിസിക്കൽ പെയിൻ റിലീഫിന് ഹിപ്നോതെറാപ്പി വിൽ ബി ഹെൽപ്ഫുൾ. യെസ്. ഇപ്പോൾ IBS പോലത്തെ കണ്ടീഷൻസ്, അതായത് ഇറിറ്റബിൾ ബവൽ സിൻഡ്രം. ഇപ്പോൾ എനിക്കൊരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ പുറത്ത് പോകണം എന്നുണ്ടെങ്കിൽ ഒരുപാട് തവണ ബാത്റൂമിലേക്ക് പോയിട്ട് മാത്രമാണ്, അതായത് ഒരു 4-5 തവണ വാഷ്റൂം യൂസ് ചെയ്തതിന് ശേഷം മാത്രമേ പുറത്തേക്ക് പോകാൻ പറ്റൂ. IBS പോലെയുള്ള കണ്ടീഷൻസ് വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് കഴിച്ചാൽ ഭയങ്കരമായിട്ട് വയറുവേദന വരും, എന്തെങ്കിലും ചെറിയ സ്ട്രെസ് ഉണ്ടെങ്കിൽ പോലും വയറുവേദന ഭയങ്കരമായിട്ട് വരും. അവരുടെ ഡേ ടു ഡേ ലൈഫിനെ ഭയങ്കരമായിട്ട് അത് ബാധിക്കാം. അങ്ങനത്തെ കണ്ടീഷൻസിനെ പോലും ഹിപ്നോതെറാപ്പി യൂസ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഫിയർ ആവാം. ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ. അതെന്താണ് അവർ ഇൻറ്റേർണലൈസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അനുസരിച്ചിരിക്കും.